മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള മൈക്കൽ കാരിക്കിനെ ബാഴ്സലോണയിൽ നിന്ന് മാർക്കസ് റാഷ്ഫോർഡിനെ തിരിച്ച് യുണൈറ്റഡിലേക്ക് എത്തിക്കണം. മൈക്കൽ കാരിക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബാഴ്സലോണയുടെ കയ്യിലുള്ള ട്രംപ് കാർഡാണ്. എന്താണ് ബാഴ്സലോണയുടെ കയ്യിലുള്ള ട്രംപ് കാർഡ്? ഈ ഒരു വീഡിയോയിൽ 3 ആംഗിളുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ബാഴ്സലോണയുടെ പരിശീലകനായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക്, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടുള്ള മൈക്കൽ കാരിക്ക്, ഇവരുടെ ഒരു ആംഗിൾ. രണ്ടാമത്തെ ആംഗിൾ റാഷ്ഫോർഡിന്റെ ആംഗിളാണ്. മൂന്നാമത്തെ ആംഗിൾ എൻ്റെ ആംഗിളാണ്, എൻ്റെ ഒപ്പീനിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തത്, നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തത്, വീഡിയോ പരമാവധി മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആംഗിളിലേക്ക് വരാം. യുണൈറ്റഡ് സീസൺ തുടങ്ങുന്നത് റൂബൻ അമോറിം എന്നൊരു പരിശീലനം വെച്ചിട്ടായിരുന്നു. എന്നാൽ സീസണിന്റെ പകുതിക്ക് വെച്ച് റൂബൻ അമോറിമിനെ സാക്ക് ചെയ്തിട്ട് പകരം ഇന്ററിംഗ് കോച്ചായിട്ടാണ് മൈക്കൽ കാരിക്കിനെ കൊണ്ടുവന്നത്. മൈക്കൽ കാരിക്ക് വന്നതിന് ശേഷം യുണൈറ്റഡ് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തുള്ള ആൾഫ്രഡിനെ പരാജയപ്പെടുത്തി. മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. ഇപ്പോൾ ഫുൾഹാമിനെയും പരാജയപ്പെടുത്തി. തകർപ്പൻ പെർഫോമൻസ് ആണ് യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും വലിയ ടീമുകൾ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ പെർഫോമൻസ് ഡൗൺ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അവർ ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ പണ്ട് കാലത്ത്, സർ അലക്സ് ഫെർഗൂസന്റെ കാലത്ത്, അതിൻ്റെയൊക്കെ എവിടേക്കോ ഒരു മയം ഇപ്പോഴത്തെ ആ ഒരു യുണൈറ്റഡ് ടീമിൽ കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ യുണൈറ്റഡ് പെർമനന്റ് കോച്ചാക്കാൻ സാധ്യതയുണ്ട് മൈക്കൽ കാരിക്കിനെ. അങ്ങനെ പെർമനന്റ് കോച്ചാക്കുകയാണെങ്കിൽ മൈക്കൽ കാരിക്കിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ താരം, ഇപ്പോൾ ലോണിൽ ബാഴ്സലോണയിൽ കളിക്കുന്ന മാർക്കസ് റാഷ്ഫോർഡിനെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. അദ്ദേഹം അത് മാനേജ്മെന്റിനോട് പറയുകയും ചെയ്യുമെന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാഴ്സലോണയുടെ പരിശീലകനായിട്ട് ഹാൻസി ഫ്ലിക്ക് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹം ആദ്യമേ പറയുന്നത്, എൻ്റെ സിസ്റ്റത്തിൽ വളരെ മനോഹരമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് മാർക്കസ് റാഷ്ഫോർഡ്. വളരെ മികച്ച രീതിയിൽ അദ്ദേഹം എൻ്റെ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്തു. വളരെ പേസ് ഉണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റ് പീസ് ഒക്കെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. വളരെ പ്ലേയേഴ്സുമായിട്ട് വളരെ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതുമാത്രമല്ല, ഞാനുമായിട്ടും വളരെ നല്ല ഒരു ബന്ധമാണ് മാർക്കസ് റാഷ്ഫോർഡിനുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കസ് റാഷ്ഫോർഡ് ബാഴ്സയിൽ തുടരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ബാഴ്സലോണയുടെ പരിശീലകനായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ആംഗിൾ, മാർക്കസ് റാഷ്ഫോർഡിന്റെ ആംഗിൾ. മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്റ്റാർ ആയിരുന്നു, ഹീറോ ആയിരുന്നു. എന്നാൽ പടിപ്പടിയായിട്ട് ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് മാർക്കസ് റാഷ്ഫോർഡ് മാറി. മാർക്കസ് റാഷ്ഫോർഡിന്റെ പെർഫോമൻസ് ടോപ്പ് ലെവലിൽ നിന്ന് താഴോട്ട് പോയി വളരെ മോശം പെർഫോമൻസിലേക്ക് കാര്യങ്ങൾ എത്തി. യുണൈറ്റഡിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ എക്സ് ആയിട്ടുള്ള പഴയ മുൻകാല ലെജൻഡർ ആയിട്ടുള്ള താരങ്ങളുടെ ക്രിറ്റിസിസം. ഒരു താരം വളരെ മോശം പെർഫോമൻസ് നടത്തിയാൽ വരെ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം വരും. അങ്ങനത്തെ ക്രിറ്റിസിസം വന്നു. അതുപോലെ തന്നെ ഫാൻസിന്റെ ഭാഗത്തു നിന്ന് ക്രിറ്റിസിസം വന്നു. അതുപോലെ തന്നെ മീഡിയക്കാരുടെ ഭാഗത്തു നിന്ന് ക്രിറ്റിസിസം. ഇതൊക്കെ മാർക്കസ് റാഷ്ഫോർഡിന് വലിയൊരു പ്രഷർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബാഴ്സയിൽ ഒരു പ്രഷറും ഇല്ലാതെയാണ് മാർക്കസ് റാഷ്ഫോർഡ് കളിക്കുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടാണ് റാഷ്ഫോർഡ് കളിക്കുന്നത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി 9 ഗോളും 9 അസിസ്റ്റും താരം ഇതുവരെ നൽകി കഴിഞ്ഞു. അത് മാത്രമല്ല, താരത്തിന്റെ നിലവിലെ ഒരു പെർഫോമൻസ് ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ ബാഴ്സലോണയുടെ ടോപ്പ് ഗോൾ സ്കോററാണ്. അതുപോലെ തന്നെ ടോപ്പ് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള താരവും മാർക്കസ് റാഷ്ഫോർഡാണ്. വളരെ മികച്ച രീതിയിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാഴ്സയിൽ താരം ഹാപ്പിയാണ്. താരം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ബാഴ്സയിൽ ഹാപ്പിയാണ്, ഇവിടെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇനി എൻ്റെ ആംഗിൾ ഇത് കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതായത് മാർക്കസ് റാഷ്ഫോർഡിന്റെ ഈ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ യുണൈറ്റഡ് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാഴ്സലോണയും അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡിന്റെയും കയ്യിലാണ് ഈ ഒരു ട്രാൻസ്ഫർ ഉള്ളത്. കാരണം അദ്ദേഹത്തിന്റെ നിലവിലെ ആ ഒരു കോൺട്രാക്റ്റ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ബാഴ്സലോണയുടെ കയ്യിലുള്ള ട്രംപ് കാർഡിനെ കുറിച്ച്. എന്താണ് ആ ട്രംപ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലെ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ലോൺ ഡീലാണ്. എന്നാൽ ലോണിന് അവസാനം 30 മില്യൺ യൂറോസ് നൽകിക്കൊണ്ട് ബാഴ്സലോണയ്ക്ക് താരത്തെ പെർമനന്റ് ആയിട്ട് ടീമിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഒരു റിലീസ് ക്ലോസ്, താരത്തെ പെർമനന്റ് ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്ലോസ് ഈ ഒരു ലോൺ ഡീലിലുണ്ട്. ആ ഒരു 30 മില്യൺ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രം മതി ബാഴ്സലോണയ്ക്ക് താരത്തെ ടീമിലേക്ക് നിലനിർത്താം. അതായത് യുണൈറ്റഡിന് ഈ ഒരു ട്രാൻസ്ഫറിൽ ഇനി വലിയ റോളൊന്നുമില്ല. യുണൈറ്റഡിനെ സംബന്ധിച്ച് ബാഴ്സലോണ 30 മില്യൺ തന്ന യുണൈറ്റഡിന് താരത്തെ കൊടുത്തേ പറ്റൂ. ഈ 30 മില്യൺ തരാത്ത വശം യുണൈറ്റഡിന് താരത്തെ നിലനിർത്താൻ കഴിയും. അതായത് ബാഴ്സയെ സംബന്ധിച്ച് താരത്തിന് താല്പര്യമുണ്ടെങ്കിൽ ബാഴ്സ 30 മില്യൺ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ റാഷ്ഫോർഡ് ബാഴ്സയിൽ തന്നെ തുടരും. ഇനി ബാഴ്സലോണ താരത്തെ നിലനിർത്തണോ വേണ്ടയോ? എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞുതരാം. അതായത് 30 മില്യൺ യൂറോസിന് റാഷ്ഫോർഡിനെ പോലെ ഇത്രയും ഹൈ ടാലന്റ് ആയിട്ടുള്ള ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വിങ്ങറിനെ കിട്ടത്തേയില്ല. നിലവിൽ 1.5 കോമ്പറ്റീഷനാണ് വിങ്ങറിന്. അറിയാലോ, ഈ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ സിറ്റി ഒരു വിങ്ങറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. 72 മില്യൺ എന്തോ കൊടുത്തിട്ടാണ് സിറ്റി ഒരു വിങ്ങറിനെ സൈൻ ചെയ്തിട്ടുള്ളത്.
അറിയാലോ. അതുകൊണ്ട് തന്നെ വിങ്ങേഴ്സിനെ സംബന്ധിച്ച് വലിയ മാർക്കറ്റ് ഉണ്ട്, വലിയ രീതിയിൽ പൈസ എറിയേണ്ട വരും വിങ്ങറിനെ എത്തിക്കാൻ വേണ്ടി. ഹാൻസി ഫ്ലിക്ക് കഴിഞ്ഞ സമ്മറിൽ ഒരു വിങ്ങറിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ബാഴ്സലോണ കുറേ വിങ്ങേഴ്സിന്റെ പുറകെ പോയതാണ്. കിട്ടാതെ അവസാന ലോണിലാണ് റാഷ്ഫോർഡിനെ കൊണ്ടുവരേണ്ട അവസ്ഥ ബാഴ്സയ്ക്ക് വന്നിരുന്നത്. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയുടെ ഫസ്റ്റ് ചോയ്സ് പ്ലെയർ ഒന്നും ആയിരുന്നില്ല, ഫസ്റ്റ് ചോയ്സ് ഓപ്ഷൻ ആയിരുന്നില്ല ഈ ഒരു റാഷ്ഫോർഡ് എന്ന താരം. എന്നാൽ ബാഴ്സ ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 30 മില്യണിന് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറിനെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ താരത്തെ നിലനിർത്തണം എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. താരത്തെ സംബന്ധിച്ച് താരം ഫസ്റ്റ് 11-ൽ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. എന്നിട്ട് പോലും വളരെ മികച്ച രീതിയിൽ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. ആകെ കൂടിയുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് താരത്തിൻ്റെ ഫിനിഷിങ്, അത് അത്ര മികച്ച രീതിയിലേക്ക് വരുന്നില്ല എന്നതാണ്. ഒരു പക്ഷേ അടുത്ത സീസണിൽ കുറച്ചുകൂടെ മികച്ചൊരു ഫിനിഷിങ് താരത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. പല മാച്ചിലും താരത്തിന് ഒരു 1-on-1 സിറ്റുവേഷൻ, അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. താരത്തിന്റെ പേസ് വെച്ച് താരം നേടിയെടുക്കുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഗോളാക്കിയിരുന്നെങ്കിൽ താരത്തിന്റെ സ്റ്റാറ്റ്സ് ഒരു വലിയൊരു സ്റ്റാറ്റ്സിലേക്ക് താരത്തിന്റെ ആ ഒരു കണക്കുകൾ, ഈ സീസണിലെ കണക്കുകൾ പോയേനെ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, താരത്തെ നിലനിർത്തുന്നതാണ്. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയ്ക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 50-60 മില്യൺ കൊടുത്തിട്ട് ഒരു വിങ്ങറിനൊന്നും എത്തിക്കാൻ പറ്റത്തില്ല. നിലവിലെ സാഹചര്യത്തിൽ റാഷ്ഫോർഡിനെ പോലെ ഒരു താരത്തിന് അത്രയും രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അത്രയും രൂപ ഒന്നും കൊടുക്കാതെ 30 മില്യൺ തന്നെ താരത്തെ ടീമിലേക്ക് കിട്ടുകയാണെങ്കിൽ ബാഴ്സയ്ക്ക് അതൊരു ജാക്ക്പോട്ടാണ്. ബാഴ്സലോണ എന്ത് വില കൊടുത്തും താരത്തെ സ്വന്തമാക്കണം എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ഈ ട്രാൻസ്ഫറിലേക്ക് വരുമ്പോൾ 30 മില്യൺ ബാഴ്സലോണ കൊടുത്ത് താരത്തെ ടീമിലേക്ക് എത്തിക്കും എന്നൊരു വാർത്ത നേരത്തെ വന്നിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തതാണ്. 1000-800 പേരൊന്നും ആ വീഡിയോ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസത്തേക്ക് ഡിലേ ചെയ്യാനാണ് ബാഴ്സ തീരുമാനിച്ചിരിക്കുന്നത്. 30 മില്യൺ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ച് ദിവസത്തേക്ക് ഡിലേ ചെയ്യാനുള്ള ഒരു തീരുമാനം ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. എനിവേ, അപ്പോൾ ഇത്ര എനിക്ക് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. റാഷ്ഫോർഡിന്റെ നിലവിലെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ള കാര്യം, റാഷ്ഫോർഡ് പറഞ്ഞിട്ടുള്ള കാര്യം, എൻ്റെ ഒപ്പീനിയൻ എല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.